മുംബൈ നഗരത്തിന്റെ ഹൃദയമിടിപ്പുകൾക്ക് നടുവിൽ ഇരുമ്പും കോൺക്രീറ്റും നിറഞ്ഞ ആകാശരേഖയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം, മുംബൈയുടെ രഹസ്യവനം. ഇവിടെ നഗര ശബ്ദങ്ങൾ മങ്ങിപ്പോകും, കാറ്റ് പഴയ കഥകൾ പറയുന്നുവെന്നോണം വീശും. ഈ പച്ചപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതാണ് നൂറ്റാണ്ടുകളായി മനുഷ്യരെ വിസ്മയിപ്പിക്കുന്ന ഒരു രഹസ്യം. നിശബ്ദതയുടെ ഗോപുരങ്ങൾ, ഒരു നഗരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലോകം. എന്നാൽ അതിൻ്റെ വാതിൽ തുറക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രം. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. ഇതാണ് മുംബൈയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ലോകം. ഏകദേശം 55 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വനം. ഇവിടെ താമസിക്കുന്നത് പാർസി സമൂഹത്തിൻ്റെ ആത്മാവാണ്. ഇവിടെയുള്ളവർക്ക് ഈ സ്ഥലം പരിശുദ്ധമാണ്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അതിർത്തിയിലുള്ള ഒരിടം. ഗണ്ടിയാസുകൾ അല്ലെങ്കിൽ നാസസലാർമാർ, ഇവരാണ് ഈ സ്ഥലത്തിൻ്റെ പരിപാലകർ. അവർ മരിച്ചവരെ അവരുടെ അവസാന യാത്രയിലേക്ക് കൊണ്ടുപോകും, കല്ലുകൊണ്ട് നിർമ്മിച്ച നിശബ്ദതയുടെ ഗോപുരങ്ങളിലേക്ക്. ഇറാനിൽ നിന്നുള്ള സിറോസ്ട്രിയൻ മതവിശ്വാസികളായിരുന്നു പാർസികൾ. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ഉയർച്ചയോടെ അവർ പീഡനങ്ങൾ നേരിട്ടു. പലരും നാടുവിട്ടു. പാശ്ചാത്യ ഇന്ത്യയിലെ തീരങ്ങളിലേക്ക് അവർ എത്തി. അവരോടൊപ്പം യാത്ര ചെയ്തതായിരുന്നു അവരുടെ മതവും ശവസംസ്കാര ചടങ്ങുകളും പാരമ്പര്യവുമെല്ലാം. 1600-കളിൽ മുംബൈയിൽ അവർ അവരുടെ സ്വന്തം സമൂഹം തന്നെ പടുത്തുയർത്തി. നഗരത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം അവർ മണ്ണിൽ ചേർന്ന് തന്നെ ജീവിച്ചു. എന്നാൽ ലോകത്തൊട്ടാകെ ഏറ്റവും അപൂർവമായിരുന്നു അവരുടെ മരണാനന്തര ചടങ്ങുകൾ. പാർസികൾ വിശ്വസിക്കുന്നത് മരിച്ചാൽ ശരീരം അശുദ്ധമാകുമെന്നാണ്. അതിനാൽ നിശബ്ദതയുടെ ഗോപുരങ്ങൾ അഥവാ ദഗ്മകൾ നിർമ്മിച്ചു. വൃത്താകൃതിയിലുള്ള കൽഘടനകൾ, 50 അടി ഉയരം, 100 അടി വീതി, മുകളിലൂടെ തുറന്ന ടവറുകൾ, മൃതദേഹങ്ങൾ എവിടെ സ്ഥാപിക്കണമെന്ന് സൂചിപ്പിക്കുന്ന മാർക്കുകൾ, മധ്യഭാഗത്ത് തന്നെ ആഴത്തിലുള്ള ഒരു കിണർ, കൂടാതെ അസ്ഥികൾ സൂക്ഷിക്കുന്നതിനുള്ള സംഭരണവും ദഗ്മയിലുണ്ട്. പാർസി സമൂഹം സ്ഥിരതാമസമാക്കിയിടത്തെല്ലാം അവർ മരങ്ങൾ അഥവാ ഡുങ്കൂർ വടികൾ വളർത്തുകയും അവയ്ക്കുള്ളിൽ ദഗ്മകൾ നിർമ്മിക്കുകയും ചെയ്തു. മുംബൈയിൽ ഏകദേശം 5 ദഗ്മകളാണുള്ളത്. പ്രതിവർഷം ദഗ്മയ്ക്ക് 1000-ലധികം ശവശരീരങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അശുദ്ധമാകുന്ന ശരീരം, ഭൂമി, ജലം, തീ എന്നിവയുമായി ഒരിക്കലും സമ്പർക്കം പുലർത്തരുതെന്നത് മൂലമാണ് ദഗ്മയിൽ മൃതദേഹം സ്ഥാപിക്കുന്നത്. തുടർന്ന് അവയെ കഴുകന്മാർ കഴിക്കാൻ വരുന്നത് വരെ അവർ കാത്തിരിക്കും. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന കഴുകന്മാർ ശരീരത്തെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നുവെന്നാണ് വിശ്വാസം. ഒരു കാലത്ത് ഇന്ത്യയിലുടനീളം ഏകദേശം 4 കോടി കഴുകന്മാർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ എണ്ണം ആർക്കും അറിയില്ല. പിന്നീട് 1980-കളിൽ എല്ലാം മാറി. കോടികളായിരുന്ന കഴുകന്മാർ അപ്രത്യക്ഷമായി. കാരണം ഒരു മരുന്നാണ്, മനുഷ്യർക്കായി സൃഷ്ടിച്ച ഡിക്ലോഫെനേക്ക എന്ന വേദന സംഹാരി. ഈ മരുന്ന് കന്നുകാലികൾക്കായി ഉപയോഗിക്കപ്പെട്ടു. അവയുടെ ശരീരത്തിൽ മരുന്ന് നിലനിൽക്കുമ്പോൾ അവയെ കഴുകന്മാർ ഭക്ഷിച്ചു. ഇതോടെ അവ ഓരോന്നായി മരിച്ചു വീണു. 99% കഴുകന്മാരും അതോടെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി. മറ്റുള്ളവരെ ശുചീകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട പക്ഷികളെ മനുഷ്യർ തന്നെ നശിപ്പിച്ചു. ഇതോടെ ഒരു ദേശത്തിൻ്റെ ആകാശം നിശബ്ദമായി. കഴുകന്മാരുടെ അഭാവത്തിൽ പാർസികൾ പ്രതിസന്ധിയിലായി. മരിച്ചവരുടെ ശരീരങ്ങൾ ടവറുകളിൽ കിടന്ന് അഴുകി. ഇത് ചുറ്റും താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നമായി മാറി. നിരവധി പരീക്ഷണങ്ങൾ ബോംബെ പാർസി പഞ്ചായത്ത് നടത്തി. എന്നാൽ അതൊന്നും മതിയാകില്ലായിരുന്നു. പാരമ്പര്യം അതിനപ്പുറത്തായിരുന്നു. പിന്നീട് 2004 മുതൽ ദക്ഷിണേഷ്യയിലെ സംരക്ഷണ പ്രവർത്തകർ കഴുകന്മാരെ വളർത്താൻ തുടങ്ങി. ഡിക്ലോഫെനേക്ക പോലുള്ള മരുന്നുകൾ പൂർണ്ണമായും നിരോധിക്കപ്പെടുന്നതുവരെ അവർ വീണ്ടും ആകാശത്തിലേക്ക് മടങ്ങാൻ കാത്തിരുന്നു. മുംബൈയുടെ ഹൃദയത്തിലെ ഈ കാട് ഇപ്പോഴും ഒരു പരിശുദ്ധതയുടെ ചിഹ്നമായി നിലനിൽക്കുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള ഒരു നിശബ്ദ സംഭാഷണം പോലെ. കഴുകന്മാരുടെ മടക്കം ഇപ്പോഴും പാർസികൾക്ക് പ്രതീക്ഷയാകുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ അതിൻ്റെ നിശബ്ദതയ്ക്ക് പോലും ഒരു വിലയുണ്ടാകുമെന്ന വലിയ സത്യം തന്നെയാണ് ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.